അടുത്ത സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പെർമിറ്റ് ഉള്ള സ്ഥിതിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊളിച്ചേക്കാന്ന് ഓർത്ത് വീണ്ടും ഞങ്ങൾ മണലാരണ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. ഹലോ ഗൈസ്, ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ സാൻഡൂണിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി വീഡിയോ എന്നാൽ കുറേ പേര് എനിക്ക് കമന്റ് ചെയ്തു. അപ്പോൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിലുള്ളതിനേക്കാൾ കൂടുതൽ തകർപ്പൻ പ്രകടനങ്ങളാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ. വാച്ച് ആൻഡ് എൻജോയ്. ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്ന ഭാഗമായി ഒരു സോണി എങ്ങനെയുണ്ട് പൊറോട്ട ബീഫ്? അടിപൊളി. മരുഭൂമിയിൽ ആരെക്കൊണ്ട് പറ്റും? അത് ജോഡിയുടെ ഒരു പ്രത്യേക കഴിവല്ല. ജോഡി ഇത് എവിടെ നിന്നാണോ മേടിച്ചത്? റെഡ് ചില്ലീസ്. ഓക്കെ. ഡാൻഡിനോ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പം നമ്മുടെ ഡാൻഡിനോയിലുള്ള റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളികളുടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഫുഡ്. അങ്ങനെ ആഘോഷമായ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അടുത്ത ഒരു അർമാദത്തിന് പോവുകയാണ്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള അർമാദമാണ്. അപ്പം ജോഡിയുടെ വണ്ടിയിൽ ഞാൻ കയറി. ഇതൊക്കെ തന്നെ പരിപാടി. ഇനിയിപ്പം ദാണ്ട അവിടെ ഇടിച്ച് മേളിൽ കയറ്റിട്ടുണ്ട്. അവിടെ പോകായോ? ആണ്ട താഴേക്ക് ഇറങ്ങി വരുന്നു മാധവ. എടാ, ലാസ്റ്റ് വണ്ടി അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. നമ്മൾ രാവിലെ വന്ന വഴിയാണ്. നമ്മൾ രാവിലെ വന്ന വഴിയാണത്. അപ്പോൾ അതിന് പാരലായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ കാണുന്നത് സാൻഡൂൺസ്. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗളിനകത്ത് കിടക്കുന്ന പോലെയാണത്. ഇതുകൊണ്ടോ, ഇതൊരു ബൗള് പോലെയാണത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്ത്, പക്ഷെ കയറാൻ പറ്റുമോന്ന്. ഓ, കയറി, പക്ഷെ അടി അടിച്ചു. ട്രൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, തിരിച്ച് ഇറങ്ങി വരുമല്ലേ. അങ്ങനെ അതിഭയാനകമായിട്ടുള്ള ഒരു ഇതുണ്ടോ, ഈ ഒരു മല ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാധവൻ്റെ വണ്ടി ഇവിടെ താന്നുപോയി. ഇപ്പോൾ അത് കെട്ടി വലിക്കണം തോന്നുന്നു. മാധവൻ്റെ വണ്ടി താന്നു. അത് ബെല്ലിയല്ല ഇരിക്കുന്നത്, അതതിൻ്റെ ബെല്ലിയല്ല ഇരിക്കുന്നത്. ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വലിച്ചു കയറ്റാം. ഗൈസ്, അങ്ങനെ അതിമനോഹരമായിട്ടുള്ള സാൻഡൂൺസിൽ കൂടെയുള്ള തകർപ്പൻ പ്രകടനം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാടം ഇവിടെ താന്നു പോയിരിക്കുകയാണ് ഗൈസ്.
ഒന്നും പറയണ്ട, അതിൻ്റെ ബെല്ലിയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പിള്ളേർ മണൽ മാറ്റുന്ന മാരക സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ താന്നുപോയ വണ്ടി നമ്മൾ കെട്ടി വലിക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും വിഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ബ്ലാങ്കറ്റ് കൊണ്ടിടും. ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇപ്പം വിഞ്ച് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് വേറെ ആരുടെയും ദേഹത്ത് ഒന്നും വന്ന് അടിക്കാതെ അത് അതിൻ്റെ ആ വെയിറ്റ് കാരണം അത് താഴേക്ക് പൊക്കുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ബ്ലാങ്കറ്റ് ഇടുന്നത്. അപ്പോൾ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ എന്തുമാത്രം ദൂരെ മാറി നിൽക്കാവോ അത്രയും ദൂരെ മാറി നിന്നിട്ട് വേണം വിഞ്ച് ചെയ്യാനായിട്ട്. പലരും കണ്ടിട്ടുണ്ട് വിഞ്ച് ചെയ്യുന്നത് വളരെ അടുത്ത് നിന്ന് വിഞ്ച് ചെയ്യുന്നത്. പറഞ്ഞു വണ്ടിയിൽ നമ്മൾ കെട്ടി ഇവിടെ. നിനക്ക് ആ പ്രാഡോ ഇഷ്ടമാണോടാ? അതിന്റെ കളർ നല്ല കളറാട്ടോ അത് അല്ലേ? പുതിയൊരു കളറാന്ന് തോന്നുന്നു, ഡസ്റ്റി ബ്രോൺസ് എന്ന് പറഞ്ഞാൽ. ഡസ്റ്റി ബ്രോൺസ്. അവനായിട്ട് വീലും ചെയ്തേക്കണില്ലേ, അതാ സെയിം ഡസ്റ്റി ബ്രോൺസ് വീല് ആഫ്റ്റർ മാർക്കറ്റ് തപ്പി കണ്ടുപിടിച്ച് ചെയ്തേക്കുക. ഇതിന്റെ ROH ആണോ ഡിലൈഫ് ആണോ? ROH ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ സന്തോഷം. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബീച്ചിൽ ചെല്ലേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. ജോഡി അവര് അതിന്റെ മേളിൽ കയറി. എന്റെ പൊന്നോ, നമുക്ക് ഇനി ആ ഡൂണിന്റെ മേളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്റെ പൊന്നോ, അത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, അത് ഭയങ്കര ഉയരത്തിലുള്ളതാണ്. അതെ. ജോഡി ചവിട്ടി കേട്ടാ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. അതാണ്. പൊളി. നമ്മളത് നോക്കിയേ, കടൽ തീരത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു സൗത്ത് സൈഡായിട്ട് വരും നമ്മൾ കയറിയ സ്ഥലത്തുനിന്ന്. കയറുന്നില്ല. ഒരു രക്ഷയില്ല. ഇത് വലിയൊരു ഡിപ്പാണ്. ഇത് കയറി വരാനായിട്ട് നന്നായി തത്രപ്പെടുകയാണ്. നമ്മുടെ മുമ്പേ താന്നുപോയ പ്രാഡമാണ് ഈ വരുന്നത്. അടിപൊളി. കയറി. പറ.
പാടാം. കേട്ടോ അതുകൊണ്ടോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇതിലൊരു എക്സിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ എക്സിറ്റിൽ കൂടെ പോകാനായിട്ട് ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ JP അവിടെ വരെ പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അതിലെ ഇതോ വണ്ടി അവിടെ കിടന്ന് അല്ല, അതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രാക്കാണ് അതിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാനുള്ള ഇറങ്ങിപ്പോയ വണ്ടികളെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. അത് കൊള്ളാം. നീ ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കിയ ഇല്ല വലിയല്ല കേസ്. അങ്ങനെ നമ്മുടെ സോണിയുടെ വണ്ടി മേളിൽ കയറി വന്ന് അവിടെ മണലിനകത്ത് താന്നുപോയി. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ വിഞ്ചിട്ട് വലിച്ച് മേളിലേക്ക് കയറ്റാനുള്ള അത് ഭയങ്കര ഒരു കയറ്റമാണ് ഇങ്ങോട്ട് കയറി വന്നത്. മോനെ മാറിയിക്കല മാറിയിക്ക. ഈ വിഞ്ചി ചിലപ്പോൾ ഉണ്ടല്ലോ പൊട്ടുമെല്ലാം ചെയ്തെന്ന നീ മുമ്പോട്ട് കാല് കൊടുക്ക്. വണ്ടി സ്റ്റാർട്ടാക്കി കാല് കൊടുത്ത് കാര്യമില്ല. ഇല്ല, അത് പിന്നെ താഴുവോ. അടിപൊളി. സോണിയെ നമുക്കൊരു ട്രെയിനിങ്ങിന് വിടണം. ആ മൊമെന്റ് അത്ര സ്പീഡിൽ വന്നതുകൊണ്ടാണ് ഒറ്റ അടിക്ക് കയറി പോകുന്നത്. ഗൈസ്, അപ്പം നമ്മൾ അവിടുത്തെ കുന്നളിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എല്ലാ വണ്ടിക്കും കയറാൻ പറ്റുമല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ അതുവഴി ബീച്ചിലേക്കുള്ള എൻട്രൻസും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ ബീച്ചിൽ പോകുന്ന കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നേരെ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്ക്, അതും പക്ഷേ ഭയങ്കര ദുർഘടകരമായിട്ടുള്ള വഴികളിൽ കൂടെ ഇങ്ങോട്ട് വന്ന അതേ റൂട്ടിൽ തന്നെ നമുക്ക് തിരിച്ച് പോകേണ്ടി വരും. കുറച്ച് ചലഞ്ചിങ് ആണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എനിവേ നമുക്ക് കണ്ടു നോക്കാം. ഒരു രക്ഷയില്ല. അതെ, മാധവൻ്റെ വണ്ടി ഇപ്പം ഒരു സൈഡിലേക്കായി പോയിട്ടുണ്ട്. അതാണ് അത് റിവേഴ്സ് എടുക്കുമ്പോൾ ഇറങ്ങുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ച് ആ ട്രാക്കിൽ നിന്നില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതുണ്ടോ, അപ്പോൾ അത് സൈഡിലേക്ക് പോയേനെ. എന്തോ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഇന്നത്തെ ട്രിപ്പ് ഒരു രക്ഷയില്ലാത്ത ട്രിപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ 3-4 വണ്ടി പല സ്ഥലത്ത് പോവുക ചെയ്തു. അത് തന്നെയല്ല, ഇപ്പം ഇതിപ്പോൾ രാത്രി 8 മണിയായി. ഞങ്ങൾ 5 മണിയാകുമ്പോൾ തിരിച്ച് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നിടത്ത് ചെന്ന് നമ്മളിന്ന് സെറ്റാകാനായിട്ടിരുന്ന ഇപ്പം മണി 7:30-8 മണിയായി. ഇതുവരെ ഞങ്ങളുടെ പകുതി വഴി പോലും എത്തിയിട്ടില്ല. ഭയങ്കര എന്നാ പറയുന്നത്, ടയറിങ് ആയി. ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. അത് തന്നെയല്ല, ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഈ വണ്ടി വിഞ്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അങ്ങനെ പല എസ്പെഷ്യലി വിഞ്ച് ജിതേഷ് ഞങ്ങളുടെ വണ്ടി ഒന്ന് റീ ഓർഡർ ചെയ്യുവാണേ.
വണ്ടി ട്രൈറ്റൺ പെട്രോളിന്റെ മുമ്പിൽ കയറ്റി വിടുവാണ്. കാല് കൊടുക്കരുത്. വണ്ടി പൊങ്ങുന്നുണ്ടെ ഓടിച്ച് കയറിയാൽ മതി. ഓക്കെ, മതി. ഇതിങ്ങനെ ഒരു താഴേക്കൊരു വലിയൊരു കയറ്റം താഴേന്ന് കയറി വന്നാണ്. വണ്ടികളെല്ലാം ഇവിടെ വന്ന് സ്റ്റക്കാവാണ്. വൈകുന്നേരം ഒരു 7 മണി 8 മണിയായി. നമ്മൾ ഇത് ജോസിൻ്റെ വണ്ടിയിലേക്ക് സ്നാച്ച് ചെയ്ത് കയറ്റാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ജോഡി നീ ഡ്രൈവിലിട്ടോ. ചെറുതായിട്ട് കാല് മാത്രം കൊടുത്താൽ മതി. വൺസ് പോപ്പായി കഴിഞ്ഞിട്ടേ കാല് കൊടുക്കാവുള്ളൂ. ഓക്കെ, പോപ്പായില്ല നീ അവിടെ തന്നെ നിന്നാൽ മതി. ഓക്കെ, ഗോ. അത് റെഡിയാ. അടുത്ത സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായിരിക്കുകയാണ്. ഓരോ വണ്ടിയും വലിച്ചു കയറ്റേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ 2 വണ്ടി മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ള വണ്ടിയെല്ലാം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് പാതിരാത്രി ആയിരുന്നാലും ക്യാമ്പ് അടിക്കുന്നിടത്ത് എത്താൻ പറ്റുമോ എന്നുള്ളത് അയ്യോ രക്ഷയില്ല. നമ്മൾ സോണിയുടെ വണ്ടി മേളിൽ കയറി വന്നപ്പോഴത്തേക്കും സംഗതി വിഞ്ചിട്ട് വലിച്ച് നമ്മൾ കയറ്റുകയാണ് വേറൊരു വണ്ടിയുടെ പുറകിൽ നിന്ന്. മതി. ബ്ലാങ്കറ്റ് എടുക്കണേരാ ഒരു മിനിറ്റ് ഇന്നടിച്ചോ. അതെ, അവിടെ ചുറ്റി വെച്ചാൽ മതി. നിക്ക് മധുര ആ ലൈറ്റെല്ലാം അങ്ങ് ചുറ്റി വെച്ച്. ഓക്കെ, നീ പോക്കോ. ബോബി എടുത്തതുപോലെ ഇനി കേറി പോരുവാ. മതി. ഓക്കെ. മാധവ് പോരട്ടെ. അങ്ങനെ മാധവിൻ്റെ വണ്ടി വലിച്ച് മേളിൽ കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ ബോണിയുടെ നിസാൻ പെട്രോളാണ് കയറി വരുന്നത്. മതി.
റെഡിയാ റെഡിയാ, നീ ആക്സിഡന്റ് കൊടുത്തോ. വെക്കോ വെക്കോ, കുറച്ച് മുമ്പോട്ട് വെക്കോ. മതി 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 മതി. അത് ഞാൻ അങ്ങോട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ട് അടുത്ത വണ്ടി റെഡി ആയിട്ട് എടുക്കും. അത് ലൂസാക്കിയിട്ട് നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറില്ല. ഗൈസ്, അങ്ങനെ വലിയൊരു മാമാങ്കം കഴിഞ്ഞ് നമ്മുടെ ജോസി അപ്പുറത്ത് വലിക്കരുതേ. ാണോ ചെറുതായിട്ടൊന്ന് വലിച്ചോ വലിച്ചോ. കൊണ്ട് കാല് കൊടുത്തോ. കൊടുത്തോ. ബ്രേക്കിന്ന് കാലിടെ. ചെറുക്കെ പോട്ടെ. കാല് കൊടുക്കും. കുറച്ച് കാലൂടെ. ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. കിൽ 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 കിൽ. ഒന്നുകൂടെ വെരി വെരി. ഒന്നുകൂടെ വലിച്ചോ. ചെറുതായിട്ട് വലിച്ചോ. മതി മതി മതി. ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ഒരു രക്ഷയില്ല. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ്. നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം എന്നോർത്തത്. ഇപ്പം മണി 8:30. ഒരു 2-3 പ്രാവശ്യം പോഗ് ചെയ്ത് വിഞ്ച് ചെയ്ത് പുള്ളി ചെയ്ത് ഒരു രക്ഷയില്ലായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഇവിടെ തന്നെ ടെൻ്റ് അടിച്ച് കിടക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 3 വണ്ടി ഇന്ന് തിരിച്ച് മെൽബണിൽ തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ളവർ എല്ലാവരും ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പം സ്വാഗും അതുപോലെ ചെറിയ ടെൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മട്ടൻ ബിരിയാണി, ഫിഷ്, അതുപോലെ തന്നെ ബാർബിക്യൂ, ഇങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ആയിട്ട് ഇന്നിവിടെ അടിച്ച് പൊളിക്കുന്ന രംഗങ്ങളാണ്. ജീവിതത്തിൽ പല ഓഫ് റോഡിങ്ങിനും പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഓഫ് റോഡിങ് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, രാത്രിയായി കഴിഞ്ഞിട്ട് പിന്നെ വിഞ്ചിട്ട് വലിച്ച് കയറ്റുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. ഏതായാലും ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തു. കൂടുതൽ എന്താ പറയുന്നത്, നമ്മുടെ ഉച്ചയ്ക്ക് ഒരു വണ്ടി ഈ പറഞ്ഞ പോലെ മറിയുമെന്ന് വരെയുള്ള ഒരു ഭീതിയിലായിരുന്നു എല്ലാവരും. പക്ഷേ അതൊരു പ്രത്യേക ടെക്നിക്കിലൂടെ അത് രക്ഷിച്ചെടുത്തു. നമ്മുടെ ഈ ജിതേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിതേഷ് ഈ ഗൾഫിൽ കുറേ വർഷങ്ങൾ ഓഫ് റോഡ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് പുള്ളിയുടെ ഒരു നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ നമ്മുടെ ഓഫ് റോഡിങ്. ഏതൊക്കെയാലും അടിപൊളി ഒരു വൈബും നല്ലൊരു ട്രിപ്പുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രിപ്പ്. സോണേ, ഇതെന്നാ ഇത്? ബിരിയാണി മട്ടൺ ബിരിയാണി നമ്മള് ക്യാമ്പില് ഒന്ന് ആലോചിച്ച് ഓപ്പൺ എയറില് എല്ലാരും കൂടി സെറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നു. അതിലും വലിയ ആവശ്യം നമ്മൾ വീട്ടിൽ പോലും പറ്റുമോ അല്ലേ? അതാണ് ജോഡി. ജീസ് ഇന്ന് പോവാണോ? ഇന്ന് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയല്ലേ? സെറ്റല്ലായിരുന്നു? ചെയ്തിട്ടില്ല, അതാണ്.
ജിതേഷ് ഭായ് ഗുഡ് മോർണിംഗ്. മോർണിംഗ് സോജൻ ചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? ഒന്ന് പറഞ്ഞ് ഇന്നലത്തെ ഒരു അവലോകനം ഒന്ന് കേൾക്കട്ടെ. ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരുപാട് ഫണ്ണായിരുന്നു. അതെ. ഞാൻ നേരത്തെ ഇതിൻ്റെ നമ്മൾ കയറിയിട്ട് റൈറ്റിലേക്ക് പോകാൻ നോർത്ത് സൈഡിലെ ഡ്യൂൺസ് നേരത്തെ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടെ 1-2 വലിയ ഡ്യൂൺസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സൗത്തിലേക്ക് പോയതാണ് അതിൻ്റെ റിയൽ ഫണ്ണ്. കാരണം ഗംഭീരമായ ഡ്യൂൺസാണ് അത്. ഫ്ലിപ്പിംഗ് ചെയ്യാനായാലും സൈഡ് സ്ലോപ്പ് ചെയ്യാനായാലും അങ്ങനെ പക്ഷെ ഒരു അറേബ്യൻ ഡ്യൂൺസിൽ ചെയ്യാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ഡ്യൂൺസ് ആയിരുന്നു ഇവിടെ ഉള്ളത്. അത്രയും അത്ര ഹൈറ്റുള്ള ഡ്യൂൺസ് അല്ലെങ്കിൽ പോലും വളരെ ടെക്നിക്കൽ ഡ്യൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ സൈഡ് സ്ലോപ്പ് ചെയ്യാനായിട്ട് നല്ല ഗംഭീരമായിട്ട് സൈഡ് സ്ലോപ്പ് ചെയ്യാനുള്ള മിക്കവാറും ഉള്ളവർക്കെല്ലാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു മിസ്ഹാപ്പ് സംഭവിക്കേണ്ടതായിരുന്നു അല്ലേ? മിസ്ഹാപ്പ് അത് പിന്നെ നമ്മുടെ ആൾക്കാരുടെ പലരും പല രീതിയിലുള്ള പരിചയ സമ്പത്താണ് അവിടെ. നമ്മൾ പിന്നെ അതിനെ പാനിക്കാവാതെ ആ വണ്ടി സ്ട്രൈറ്റൻ ചെയ്ത് താഴെ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. നമ്മളവിടെ ചെയ്തത് ആങ്കർ ചെയ്തിട്ട് വണ്ടി ഒരു ബാഡ് ആംഗിളിലായിരുന്നു. ആ വണ്ടി അനക്കാൻ പറ്റുന്ന ഒരു പൊസിഷനായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെയ്തത് നമ്മുടെ വണ്ടി മുകളിലൊരു വണ്ടി കൊണ്ടുപോയിട്ട് ആ വണ്ടിയിൽ ഇത് ആങ്കർ ചെയ്തിട്ട് ഒരു കൺട്രോൾഡ് ആങ്കർ വിഞ്ച് വെച്ച് ആങ്കർ ചെയ്തു. അപ്പോൾ നമുക്ക് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ വിഞ്ച് റിലീസ് ചെയ്തുകൊണ്ട് വണ്ടി താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടാണ് പറ്റി. അതൊരു നമ്മുടെ കൂട്ടത്തിൽ വന്നവർക്ക് ഒരു എന്നാ പറയുന്ന ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നിങ്ങൾ ഈ ഗൾഫിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടാറ്റിക്സ് അറിയാം. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സാൻഡ് ഡ്യൂൺസിൽ പോകുന്നത് വളരെ കുറവായതുകൊണ്ട് ആൾക്കാർക്ക് അത്രയും ഒരു പരിചയ സമ്പത്ത് ഇല്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇൻപുട്ട് വളരെ വലുതായിരുന്നു ഇന്നലത്തെ ട്രിപ്പിൽ. അതാണ് അതിനകത്തെ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഗൾഫിലെ ഡ്യൂൺസിൽ ഇത്രയും ഇത്രയും നമ്മളെ ഇടുങ്ങിയ വഴി കൂടെ ഉള്ള കയറ്റങ്ങൾ, അതായത് നമ്മളെ വളരെ സ്റ്റീപ്പ് ക്ലൈംസ്, 2 സൈഡിലും ബുഷസും അല്ലെങ്കിൽ ഒരു സൈഡിൽ വലിയ താഴ്ചയും ഒരു സൈഡിൽ ബുഷുമായിട്ടുള്ളിടത്ത് അങ്ങനത്തെ സ്റ്റീപ്പ് ക്ലൈംസ്. കാരണം അറേബ്യൻ ഡ്യൂൺസ് കുറേ ക്ലീൻ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഏത് വഴി കയറി പോകണമെന്ന്. ഇവിടെ ആണെങ്കിൽ ഒരു ഡ്യൂണിൻ്റെ ഒരു പ്ലേയിങ് ഏരിയയിൽ നിന്ന് മറ്റേ ഡ്യൂണിൻ്റെ പ്ലേയിങ് ഏരിയയിലേക്ക് പോകുന്നിടത്ത് പലയിടത്തും ബുഷിനിടയ്ക്കൂടുള്ള വളരെ സ്റ്റീപ്പായിട്ടുള്ള നാരോ ആയിട്ടുള്ള ക്ലൈംബും ട്രോപ്പും വഴിയാണ് പോകുന്നത്. അതൊരു ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു. നമ്മളിന്നലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് അതായിരുന്നു. പിന്നെ നമ്മുടെ ലഞ്ച് ടൈമിൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തു. കാരണം അത് ഇതിനകത്ത് ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ട്രിപ്പുകൾക്ക് വരുമ്പോഴത്തേക്ക് ലഞ്ച് നമ്മൾ പൊറോട്ടയും ഇന്നലെ നല്ല ബീഫും സംഭവമൊക്കെ ടേസ്റ്റ് ചെയ്യാണ് അടിപൊളിയായിട്ട്. പക്ഷേ ടൈം നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ അവിടെ പോയി. അപ്പോൾ ലഞ്ച് എപ്പോഴും ഒരു സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് ടൈം സേവ് ചെയ്യാം. പിന്നെ എല്ലാവരും എനിക്ക് പ്രതീക്ഷ കവിഞ്ഞ രീതിയിൽ തന്നെ എല്ലാവരും നന്നായിട്ട്. പിന്നെ എല്ലാവരും സെൻസിബിൾ ആയിരുന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ച് അത് ഇതിനകത്തിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു കോൺവേ പോകുമ്പോഴേ ഒരു 10 നമ്മുടെ ലക്ഷ്യം തന്നെ ഞാൻ ഇന്നലെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 10 വണ്ടി 10 in 10 ഔട്ട് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതായത് നമ്മൾ 10 വണ്ടി കയറി 10 വണ്ടിക്ക് ഒരു ഇത് പറ്റാതെ അപകടം പറ്റാതെ ആൾക്കാർക്ക് അപകടം പറ്റാതെ തിരിച്ചിറങ്ങണം. സമയം വൈകി എന്നുള്ളത് അതാണ് നമ്മുടെ ഒരു നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല. കാരണം ഇന്നിപ്പോൾ രാവിലെ തന്നെ ക്ലബിൻ്റെ ഈ ഡ്യൂൺബർഗ് ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നപ്പോൾ പുള്ളി പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇവിടെ 10 വണ്ടി വന്നിട്ട് 10 വണ്ടിക്ക് ഫ്ലാഗ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ ക്ലബിനുള്ള ഒരു അംഗീകാരം തന്നെയാണ്. കാരണം കേരള 4x4 നമ്മൾ വെറുതെ ഈ ഡ്യൂൺസിലിട്ട് അല്ലെങ്കിൽ അവിടെ ട്രാക്കിൽ പോയി പഠിപ്പിക്കുന്നതിനപ്പുറം നമ്മളൊരു സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ്. ആൾക്കാർ സെൻസിബിൾ ആയിട്ടാണ് പെരുമാറുന്നത്. അതായത് നമ്മൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ആൾക്കാർ ബിഹേവ് ചെയ്തത്. കാരണം അഡ്രിനാലിൻ റഷ് വരാൻ കൂടുതൽ സാധ്യതയുള്ള മറ്റ് ട്രാക്കുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അഡ്രിനാലിൻ റഷ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് പോലുള്ള പരിപാടികളൊന്നും നമ്മൾ കാണിച്ചില്ലായിരുന്നു. അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്ലബ് അംഗങ്ങളെ എല്ലാവരെയും അതിനകത്ത് അഭിനന്ദിക്കണം. കാരണം പലരും ആദ്യമായിട്ട് ഡ്യൂൺസ് ഹിറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെല്ലാം തന്നെ പാനിക്കാവാതെ നമ്മൾ വളരെ സെൻസിബിളായിട്ട് പെരുമാറി. അത് വലിയൊരു ഘടകമാണ്. എല്ലാം കൂടെ എനിക്ക് പിന്നെ അവസാനം നമ്മൾ ഈ സ്റ്റക്കായി കഴിഞ്ഞിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് ഡിലേ ആയി ഓരോ വണ്ടിയും വലിച്ചു കയറ്റി വന്നപ്പോഴേക്കും നമുക്ക് നൈറ്റ് ഡ്രൈവ് കിട്ടിയെന്നുള്ളതാണ്. ഇവിടെ നൈറ്റ് ഡ്രൈവ് പെർമിസിബിൾ അല്ല. 5:40 സൺസെറ്റ് വരെ ഉള്ളൂ ഇവിടെ ഡ്രൈവ്. ഇന്നിപ്പോ റേഞ്ചർ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മൾ അവിടെ നമുക്ക് നൈറ്റ് ഡ്രൈവ് അല്ല പുള്ളി തിരിച്ചു വരാനിരിക്കുവായിരുന്നു, അകത്ത് വന്ന് നോക്കാനിരിക്കുവായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും ആളുണ്ട്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേക്കുവല്ല. പുള്ളി ഇന്ന് രാവിലെ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾ വരാത്തപ്പോ ഞങ്ങള് അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു.
8 മണി ആയപ്പോഴത്തേക്കും നിങ്ങളുടെ ലൈറ്റ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി വരുന്നുണ്ട് അണ്ണന്മാരൊക്കെ. ലക്കായിരുന്നു ഒരു 2 hour. കാരണം ഗൾഫിൽ പോലും ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ക്ലബ്ബുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ എന്റെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു AD4B4, അവർ ശരി നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്തു തന്നില്ല. നമുക്ക് പിന്നെ നൈറ്റിൽ കാരണം നാവിഗേറ്റ് ചെയ്ത് വരിക എന്നുള്ള ഡ്യൂൺസിന്റെ ഇടയ്ക്ക് കൂടെ നാവിഗേറ്റ് ചെയ്ത് വരിക എന്നുള്ളത് ഒരു വളരെ ചലഞ്ചിങ് ആണ്. കാരണം പകല് പോലും നമുക്ക് ഡ്യൂൺ റീഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നൈറ്റിൽ ഡ്രോപ്സ് ഒക്കെ ഉള്ള ഡ്യൂൺസ് ആണ് ഇത്. ഒരുപാട് ഡ്രോപ്സ്, സഡൻ ഡ്രോപ്സ് ഉള്ള ഡ്യൂൺസ് ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരപകടം പറ്റാതെ, ഒരൊറ്റ വണ്ടി പോലും നോസ് കുത്തുവൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അത് വലിയൊരു ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അലൗഡ് അല്ല ഇവിടെ. അത് നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നതാണ്. അവർക്കത് മനസ്സിലായി. അവരതുകൊണ്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മുടെ 8 മണിയായപ്പോഴത്തേക്ക് എത്തി. ഗംഭീരമായ ക്യാമ്പിംഗ് അനുഭവം, എല്ലാം കൊണ്ടും അടിപൊളിയായി. ക്ലബിന് അഭിമാനിക്കാവുന്ന ഒരു ട്രിപ്പായിരുന്നു. താങ്ക് യു. അങ്ങനെ നമ്മൾ രാവിലെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോഡിയും ജിതേഷും കൂടിയാണ് നമ്മുടെ ഈ ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്ത്. കുറച്ച് ബ്രെഡുണ്ട്, പഴമുണ്ട്, അതുപോലെ തന്നെ ജോഡി രാവിലെ ഇഷ്ടംപോലെ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ചെറുതായിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കാര്യമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് ആണ്. അപ്പോൾ ചെറുതായി ജ്യൂസ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ വണ്ടിയും ഏകദേശമൊക്കെ ബൈക്കുമായി. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പേപ്പർ പോലും നമ്മളിവിടെ ഇട്ടിട്ട് പോരുത്. നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത്. ജോഡി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? പൊളിച്ചു. നമ്മുടെ ജീവിതത്തിലൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് സാൻഡ് ഡ്യൂൺസിലൊക്കെ ബിഗ് ഡെസേർട്ട് അങ്ങനെ സൗത്ത് ഓസ്ട്രേലിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സാൻഡ് ഡ്യൂൺസ് അതും ആദ്യം. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ തന്നെ ഇതുപോലെ ഒരു സംഭവം വേറെ സാൻഡ് ഡ്യൂൺസ് ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മൾ അത്ര ഒന്നും പോയിട്ടില്ലെങ്കിലും ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതെ. അതുമല്ല, നമുക്ക് പറഞ്ഞു തരാനായിട്ട് മിഡിൽ ഈസ്റ്റില് ജിതേഷിന്റെ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു AD4x4 ക്ലബിൽ എങ്ങാണ്ട് മാർഷലൊക്കെ ആയിരുന്നു. അപ്പൊ അത് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് കാണിച്ചു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതെ, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പൊളിയായിരുന്നു. അതെ, വണ്ടി എനിക്ക് തോന്നുന്നു സാൻഡ് ടെറൈനില് നല്ല വണ്ടിയായിരുന്നു. അടിപൊളിയായിട്ട്. ഇത് മിസ്റ്റുബിഷിയുടെ ട്രൈറ്റൺ. നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ജോഡി, എനിവേ താങ്ക് യു വെരി മച്ച് ഇതുപോലെ കണ്ടക്ട് ചെയ്തതിനും. അതുപോലെ തന്നെ ഇന്നലെ മൃഷ്ടാന്ന ഭോജനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട ഇറച്ചി ഇച്ചിരി സമയം പോയെന്നാലും വേണ്ടിയാണ് നമ്മൾ വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. അതുപോലെ രാവിലെ ആണെങ്കിലും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് തകർക്കണം. ഓക്കെ, താങ്ക് യു ജോബി. റൊണാൾഡ്, നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഒന്ന് എനിക്ക് തോന്നണല്ലേ, 2 കാര്യങ്ങളാണ്. ഒന്ന് നൈറ്റ് ഡ്രൈവ് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത്രയും എന്താ പറയാ ഒരു മിഡിൽ ഈസ്റ്റ് ലെവലിൽ നിൽക്കുന്ന, അതിനോട് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു സാൻഡ് ഡ്യൂൺ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ അതിനേക്കാളും ഉപരി അത്രയും സേഫ് ആയിട്ട് നമുക്ക് പോയി വരാനും പറ്റി. ഓരോ വണ്ടി പോലും നോസ്ലേവ് ആവാണ്ടും നമ്മൾ അതിന്റെ ഇടയിലൊരു എന്താ പറയാ നമുക്കൊന്ന് വിൻ ചെയ്യേണ്ടി വന്നെങ്കിലും പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് അത് എങ്ങനെ അതുപോലെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും. പിന്നെ ഒരു ഫോക്സ് പാക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫ്രണ്ടിലും പിന്നെ ചാർലി ആയിട്ടും അതിന് ബാക്കിയുള്ളവരെയും കൂടി നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് 100% നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരു സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ചലഞ്ചിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഗൈഡൻസും അത് നമുക്ക് അതില് പ്രകടമായിരുന്നു. അതിനകത്ത് നമുക്ക് വേണ്ടിയിരിക്കുന്ന കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് വളരെ കോർഡിനേറ്റേഴ്സ് വ്യക്തമായിട്ട് അത് എക്സിക്യൂഷനിൽ കാണുന്നുണ്ട്. താങ്ക് യു. ചെറുപായി, നമ്മളെല്ലാം സെറ്റായോ? ആയിക്കൊണ്ടിരിക്കുന്നല്ലേ വൈകാലം. പോണം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നിങ്ങളേത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? എന്റെ ആക്ച്വലി സാൻഡ് ഡ്യൂൺസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ വെച്ചാൽ ഓസ്ട്രേലിയ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ റീസെന്റ് ആയിട്ട് വന്നതല്ലേ. നമ്മുടെ ഇവിടെ പോയേക്കുന്നത് ഫുള്ള് റോക്കി ട്രാക്സ് അല്ലെങ്കിൽ ചെളി മറച്ചിലൊക്കെയല്ലോ. സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ സാൻഡ് ഡ്യൂൺസ്. പക്ഷെ ഇത് പ്രോപ്പർലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേറൊരാളുടെ നമ്മൾ ട്രിപ്പായിട്ട് പോകുമ്പോൾ ചെയ്യുന്നത്. ഇത് പ്രോപ്പർ അതിന്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ട്. ഞാനപ്പോ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് ഇങ്ങനെ വീഡിയോസേ ഇല്ല. നമ്മളാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ചെയ്തത്.
അത് പിന്നെ നമ്മുടെ ജിതേഷ് ചേട്ടൻ കൂടെ അതെ ഉള്ളതുകൊണ്ട് അതെ 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 പുള്ളി പുലിയ പുള്ളി ആദ്യമായിട്ട് ബാക്കി എല്ലാ ട്രാക്കിൽ പോകുമ്പോൾ എല്ലാവരുടെ സ്കില്ല് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് എല്ലാവരും പുള്ളിനെ ഫോളോ ചെയ്ത് നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ഇന്നലെ വീഡിയോ ഒക്കെ കിട്ടിയോ? പിന്നെ അടിപൊളിയായിട്ട് അപ്പൊ അർജുനെ പറ്റി അർജുനെ എനിക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അർജുന് ഒരു ചാനലുണ്ടല്ലേ? അതെ അത് ഏതാ ഒന്ന് പറഞ്ഞു. അത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലിൽ നമ്മൾ തുടങ്ങിയതാണ്, ഓറഞ്ച് ഹോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നാട്ടിലായിരുന്നു. ഏതാണ് അതിന്റെ പേരെന്ന്? ഓറഞ്ച് ഹോക്ക് എന്ന് പറഞ്ഞിട്ട്. ഓറഞ്ച് ഹോക്ക്. ഓക്കെ ഓക്കെ. നമ്മൾ കൂടുതൽ ബൈക്ക് വെച്ചിട്ട് ഇതേപോലെ ഓഫ് റോഡ്സും ട്രാവലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോ ബൈക്കില്ല. അപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ കൂടെ കൂടി കഴിഞ്ഞപ്പോ ആ ഒരു സെയിം വൈബ് പെട്ടെന്ന് മാച്ച് ചെയ്യാം. അങ്ങനെ ഇവരുടെ കൂടെ കൂടി ഇവരുടെ കുറച്ച് വീഡിയോസ് ചെയ്ത് അപ്പൊ നമ്മള് ബൈക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബൈക്ക് എടുക്കണം. നമുക്ക് 50 പേരുടെ ബൈക്ക് ക്ലബ് ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ട് എടുക്കുന്നുണ്ട്. ബൈക്കിന്റെ ഇപ്പൊ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഇതൊക്കെ ബൂട്ടടക്കം എല്ലാ സാധനം. ബൈക്ക് മാത്രമല്ല, ഇവിടെ ലൈസൻസ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അത്രേ ഉള്ളൂ. 3 days എടുക്കുമല്ലോ ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പാണ്. നമുക്ക് അടുത്ത ട്രിപ്പ് എന്തായാലും ഇതിനകത്തുള്ളവരിൽ കൂടുതൽ പേരും ബൈക്ക് ക്ലബിൽ. അല്ല, ഞാൻ കുറെ പേരെ ബൈക്ക് ക്ലബിൽ കണ്ടിരുന്നു. ബൈക്കാണെങ്കിൽ പിന്നെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. സൺഡേസ് ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. ഇത് once in 2 months, once in 3 months അല്ലേ ഇടയ്ക്കുണ്ടാവും. എന്തായാലും നമുക്ക് തകർക്കാം. ഓക്കെ, താങ്ക് യു. ഗൈസ്, അപ്പം രാവിലെ നമ്മുടെ കൂടത്തിൽ ഉണ്ടായിരുന്ന ഒരു 3 വണ്ടിയും കൂടി മെൽബണ് പുറപ്പെട്ടു. പിന്നെ അവശേഷിക്കുന്ന ഞങ്ങൾ 4 പേര് ഇനി ഒരു പൊളിയും കൂടി പൊളിച്ചേക്കാമെന്നും പറഞ്ഞ് നേരെ വീണ്ടും നമ്മുടെ മണലാരണ്യത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ഏതൊക്കെയായാലും ഇവിടം വരെ വന്ന് നമുക്ക് 4 ദിവസത്തെ പെർമിറ്റാണുള്ളത്. എന്തായാലും നമ്മൾ പെർമിറ്റ് ഉള്ള സ്ഥിതിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊളിച്ചേക്കാമെന്ന് ഓർത്ത് വീണ്ടും ഞങ്ങൾ മണലാരണ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. അപ്പം ഞങ്ങൾ 4 വണ്ടിയാണുള്ളത്. അങ്ങനെ ഒരു തകർപ്പൻ പ്രകടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ച് മെൽബണിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തിരിച്ച് വന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഉടൻ തന്നെ നമ്മൾ മെൽബണിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം എയർ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കൊടിയെല്ലാം എടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇനിയുള്ളത്. ഇതാണ് നമ്മുടെ പോർട്ട്ലാൻഡ് ഡ്യൂണിലെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രമല്ല ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോർട്ട്ലാൻഡ് ഡ്യൂൺ ബഗി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലബ്ബാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ. അല്ല, പാർക്ക് വിക്ടോറിയയുടെ പോർട്ട്ലാൻഡ് ഡ്യൂൺ ബഗി ക്ലബ്ബ്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ. എങ്ങനെയുണ്ടായിരുന്നു? വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ?
അപ്പം മെൽബണിലുള്ളവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇനിയിപ്പം എയർ പമ്പ് ചെയ്ത് എയർ എല്ലാം ബാക്ക് ടു നോർമൽ ആക്കിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലോട്ട് ഫോളോ ചെയ്യുക. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതോടെ വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.